വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നീട് ഒരിക്കൽ യേശു തമ്പുരാൻ ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു തമ്പുരാൻ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. തൽക്ഷണം ദുഷ്ടം അവനെ വിട്ടുമാറി. യേശു തമ്പുരാൻ അവനോട് പറഞ്ഞു, ഇക്കാര്യം നീ ആരോടും പറയരുത്. പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക. മോശ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. എന്നാൽ യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവന് വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഷിമോഗ മേഖലയിലെ MCYM മെറ്റനോനി എന്ന ഒരു പ്രോഗ്രാം തയ്യാറാക്കിക്കൊണ്ട് ഈ നോമ്പ് കാലത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, ദൈവവചനം ദൈവമക്കളിൽ എത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ, അതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ സമാന്തര സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ മർക്കോസിന്റെയും സുവിശേഷങ്ങളിലും കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഒരു കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവനാണ് എന്ന് പഴയ നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. അവൻ പാളയത്തിന് പുറത്ത് വസിക്കണം. അവൻ രോഗിയാണെന്നറിഞ്ഞാൽ അവൻ ഒരിക്കലും സമൂഹത്തിലോ കുടുംബത്തിലോ മനുഷ്യരുമായിട്ടോ ബന്ധപ്പെടുവാനായിട്ട് പാടില്ല. അപ്രകാരം അകറ്റപ്പെട്ട ഒരു ജീവിതമാണ് ഒരു കുഷ്ഠരോഗിയുടേത്. വളരെയേറെ മാനസിക വ്യഥകളും ശാരീരിക വ്യഥകളും കൊണ്ട് നിറയുന്ന ഒരു ജീവിതം. ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. 2 തരത്തിലാണ് ആഗ്രഹം പ്രകടമാക്കുക. ഒന്ന്, മാനസികമായി അവൻ ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹത്തെ പ്രകടമാക്കുവാൻ പരിശ്രമിക്കുന്നു. അവൻ ആഗ്രഹിച്ചത്, യേശു എന്തോ ഒരു അത്ഭുതം ചെയ്യുന്നു, എൻ്റെ രോഗം സൗഖ്യപ്പെടുത്തും, എനിക്ക് പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു വരുവാൻ സാധിക്കും എന്ന് അവൻ്റെ മനസ്സിൽ ഒരു തോന്നൽ. അവനെ ആ തോന്നലിലേക്ക് നയിച്ചത് യേശുവിൻ്റെ അത്ഭുതങ്ങളും പ്രസംഗങ്ങളുമായിരിക്കാം. വളരെ ദൂരെ നിന്ന് അവൻ കേട്ടിട്ടുണ്ടാകാം. വളരെയേറെ മനുഷ്യർ ചിലപ്പോൾ പറഞ്ഞു നടക്കുന്നത് ഒളിച്ചും പാത്തും ഇരുന്ന് ഇവൻ കേട്ടിട്ടുണ്ടാകാം. അങ്ങനെ കേട്ടതോ അല്ലെങ്കിൽ ദൂരെ നിന്ന് കണ്ടതോ ആയ അവസ്ഥയെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവൻ ആഗ്രഹിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ധൈര്യസമേതം കടന്നു വരികയാണ്. അങ്ങനെ യേശുവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന കുഷ്ഠരോഗിയായ മനുഷ്യൻ മുട്ടുകുത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു തമ്പുരാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുക മാത്രമല്ല, അവൻ്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. തക്ഷണം അവന് ശുദ്ധി കൈവന്നു. അവൻ്റെ കുഷ്ഠരോഗം മാറി, പൂർവ്വ അവസ്ഥയിലേക്ക് അവൻ വന്നു. ഈ ഒരു ഭാഗം നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരു തിരിച്ചു വരവ് നമുക്ക് അഭികാമ്യമാണ്. ഒരു തിരിഞ്ഞു നോട്ടം ഒരു അഭികാമ്യമാണ്. ആ തിരിച്ചു വരവിലൂടെ, തിരിഞ്ഞു നോട്ടത്തിലൂടെ ഞാനെന്ന വ്യക്തി എന്താണ് എന്ന് തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വിവിധ മീഡിയകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ, പാപ അവസ്ഥകൾ നമ്മുടെ മുമ്പിലേക്ക് നീട്ടി കടന്നു വരുന്ന നിമിഷങ്ങൾ, ഞാൻ അറിയാതെ എന്നിലേക്ക് കടന്നു വരുന്ന പാപാവസ്ഥകൾ ധാരാളമുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നതോ ആയ ഒത്തിരിയേറെ കാര്യങ്ങൾ, ചിലപ്പോൾ എൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ തന്നെ
എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ മക്കളോടും സ്പർദ്ധ കാണിച്ച് അകന്ന് നിൽക്കുന്ന നിമിഷങ്ങൾ. ചിലപ്പോൾ ഞാൻ അകറ്റി നിർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ അവർ എന്നെ അകറ്റി നിർത്തിയതായിരിക്കാം. ഈ അവസ്ഥയിൽ നിന്നും നീ പിന്മാറണമെന്ന് ഈ നോമ്പുകാലം ഈ കുഷ്ഠരോഗിയായ മനുഷ്യന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനോട് ഈശോ പറയുക, നീ ആരോടും പറയരുത്, പക്ഷെ നീ പോയി ദേവാലയത്തിൽ പുരോഹിതനെ കാണിച്ചു കൊടുക്കണം. ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതനാണ് രോഗം ഉണ്ടോ എന്നും രോഗസൗഖ്യം ആയോ എന്നും പരിശോധിച്ചറിയേണ്ടത്. അങ്ങനെ പരിശോധിച്ച് രോഗസൗഖ്യം കിട്ടിയ വ്യക്തിയാണ് എങ്കിൽ അവൻ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കണം, ശുദ്ധീകരണത്തിനുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. അങ്ങനെ ഒരു സമർപ്പണം, ആ ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുന്നതിലൂടെ ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ടാണ് സമർപ്പിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുന്ന നിമിഷങ്ങളിൽ ഓരോ പ്രാവശ്യവും ഞാൻ പൂർണ്ണമായും പൊന്നുതമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നുള്ള ഒരു ബോധ്യം. ആ സമർപ്പണത്തിന്റെ ഫലം എന്ന് പറയുക, നീ ആരോടും പറയരുത്, പക്ഷെ നീ പോയി ദേവാലയത്തിൽ പുരോഹിതനെ കാണിച്ചു കൊടുക്കണം. ലേവ്യ പുസ്തകം 13-14 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതനാണ് രോഗം ഉണ്ടോ എന്നും രോഗസൗഖ്യം ആയോ എന്നും പരിശോധിച്ചറിയേണ്ടത്. അങ്ങനെ പരിശോധിച്ച് രോഗസൗഖ്യം കിട്ടിയ വ്യക്തിയാണ് എങ്കിൽ അവൻ ദേവാലയത്തിൽ കാഴ്ച സമർപ്പിക്കണം, ശുദ്ധീകരണത്തിനുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. അങ്ങനെ ഒരു സമർപ്പണം, ആ ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുന്നതിലൂടെ ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ടാണ് സമർപ്പിക്കുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുന്ന നിമിഷങ്ങളിൽ ഓരോ പ്രാവശ്യവും ഞാൻ പൂർണ്ണമായും പൊന്നുതമ്പുരാന്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നുള്ള ഒരു ബോധ്യം. ആ സമർപ്പണത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ച ദൈവികമായ അനുഭവത്തെ, എൻ്റെ സൗഖ്യത്തെ, എൻ്റെ സ്നേഹത്തെ, കരുണയൊക്കെ മറ്റുള്ളവരിലേക്ക് സാക്ഷ്യപ്പെടുത്തേണ്ട വ്യക്തിയായി രൂപാന്തരപ്പെടുന്നു. ഇന്ന് ധാരാളം സാക്ഷ്യപ്പെടുത്തലുകൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. ആ സാക്ഷ്യപ്പെടുത്തുന്ന ദൈവികമായ സാക്ഷ്യപ്പെടുത്തലുകളിലെല്ലാം കാണുന്നത് യേശു എന്നെ സ്പർശിച്ചു, യേശുവിൻ്റെ തിരുവചനം എന്നെ സ്പർശിച്ചു, യേശുവിൻ്റെ ആ ചിത്രത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ യേശു തമ്പുരാൻ ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ കാണുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ ദൈവികമായ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം എനിക്കും നമുക്കുമുണ്ട്. ആ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും, എന്നെ വഴി നടത്തും. ഈ ഒരു ബോധ്യത്തിലേക്ക് കൂടി കടന്നു വരുവാൻ ഈ കുഷ്ഠരോഗിയുടെ ചിത്രം, ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്, യേശു തമ്പുരാൻ അവരിൽ നിന്നെല്ലാം മാറി, ജനക്കൂട്ടത്തിൽ നിന്നും മാറി വിജന സ്ഥലത്തേക്ക് പോകുന്നു. വിജന സ്ഥലത്തേക്ക് പോകുക മാത്രമല്ല, അവിടെ പോയി പിതാവുമായിട്ട് പ്രാർത്ഥനാ നിരതനായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു തലവും നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കേണ്ടതാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നമ്മളെല്ലാവരും പ്രദോഷത്തിൽ ദൈവകരങ്ങളിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ്, വിശ്രമിക്കാൻ പോകുന്നതിന് മുൻപ് ദൈവവുമായിട്ടുള്ള ഒരു സംസർഗം നമുക്ക് ആവശ്യമാണ്. ഏതാനും നിമിഷങ്ങൾ പൊന്നുതമ്പുരാന്റെ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആ ദിവസത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ദിവസത്തിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയുള്ള സമയങ്ങളെ എങ്ങനെയാണ് ഞാൻ കൈകാര്യം ചെയ്തതെന്ന് തിരിച്ചറിയുവാൻ, ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആർക്കെങ്കിലും ഒരു വേദന ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈശോയുടെ ക്ഷമ ചോദിച്ച് രമ്യതപ്പെടുവാൻ, പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും, അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നുതമ്പുരാനെ, ഈ അവസരം തന്നതിനെ ഒന്ന് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഒന്നുകൂടി ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാൻ ഈ കുഷ്ഠരോഗിയുടെ ചിത്രം ഞങ്ങൾക്ക് വരച്ചു കാണിച്ചു തന്നുവല്ലോ. ആ അവസ്ഥയിൽ നിന്ന് പൂർവ്വശക്തിയിലേക്ക്, പൂർവ്വാവസ്ഥയിലേക്ക് മാറുവാൻ ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്പർശനം അവന് അനുഗ്രഹമായി തീർന്നതുപോലെ ഉപനീശ തമ്പുരാനെ ഞങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അവിടുന്ന് സ്പർശിക്കണമേ.
പലപ്പോഴും കുഷ്ഠരോഗത്തിന് അനുരൂപമായ ജീവിത ശൈലിയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ അവിടുന്ന് എന്നെയും ഈ സ്വരം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ആമീൻ.